ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലം കേക്കിനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മസാലയുടെ കൂട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലം കേക്കിന് നമ്മൾ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള മണവും രുചിയൊക്കെ കൊടുക്കുന്നത് ഈ മസാല കൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ജാതിക്കയാണ്. ഇതിൻ്റെ മണമാണ് ഏറ്റവും നമ്മൾ എൻഹാൻസ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് ചുക്കാണ് കേട്ടോ. അത് ഞാനൊരു 10 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഗ്രാമ്പു 10 ഗ്രാം, പിന്നെ പട്ട ഒരു 10 ഗ്രാം. പിന്നെ വേണ്ടത് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഇത് മിക്സിയിലെല്ലാം കൂടി ഇട്ട് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ജാതിക്കയാണ് ആദ്യം ഒന്ന് തല്ലി ഒന്ന് ഇട്ടത്. ഇനി അതുപോലെ തന്നെ ചുക്ക് നമുക്കിതുപോലെ ഒന്ന് ഇടാം. ഒന്ന് തല്ലാതെയൊക്കെ മിക്സിയിലൊക്കെ ഇടുകയാണെങ്കിൽ അതങ്ങ് നമുക്ക് അടിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പട്ട ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പും എടുത്ത് വെച്ച ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇത് ഏലക്കപ്പൊടി പൊടിച്ച് വെച്ചതുകൊണ്ട് ഇപ്പോൾ അത് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരാമേ. ഈ ഒരു കണക്കിനിപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 15 ഗ്രാമോളം വരുന്ന ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടുള്ള ഏലക്ക ഒരു 15 ഗ്രാം എടുക്കണം കേട്ടോ. ഇനി വേണ്ടത് ഇത് സാധാരണ ചേർക്കാറില്ല, പക്ഷേ ഇത് നമ്മൾ പണ്ടൊക്കെ കാലത്ത് നമ്മൾ ഇത് ചേർക്കാറുണ്ട്. അയമോദകം എന്നാണ് പറയുന്നത്. അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്താലാണ് പ്ലം കേക്കിന് ആ ഒരു മണം ഒരു സ്വാദും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ചേർക്കണം, ഉണ്ടെങ്കിൽ അത് ചേർക്കണേ. അപ്പോൾ അത് ഒരു ടീസ്പൂൺ മതി. അതും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇതാണ് നമ്മുടെ മസാല കൂട്ട് കേട്ടോ. അപ്പം ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് നമുക്ക് പൊടിച്ച് വെച്ചിരുന്നാൽ ഇതിനി ഈ ഒരു കണക്കിനാണ് പൊടിച്ചപ്പോൾ ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു കണക്ക് മതി. എന്നാൽ കട്ടായിട്ട് കിടക്കുകയും വേണ്ട കേട്ടോ. ഞാനൊരു ഒരു പേപ്പറിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം മാറ്റിയിട്ട് നമുക്ക് ടിന്നിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്ക് സോക്ക് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പ്രധാനമായിട്ട് ഇതിന് ഒരു മസാലയൊക്കെ വരുന്നതല്ല. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് സോക്കിങ്ങിന് ഉപയോഗിക്കും. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണൊക്കെ അതിൻ്റെ നമ്മൾ ഈ കേക്കിൻ്റെ അളവിനനുസരിച്ചാണ് ഇത് ചേർക്കുന്നത്. അപ്പം 1 കിലോ കേക്കിനൊക്കെ 1/4 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഞാനിപ്പോൾ ഇത് വീട്ടിൽ ഇപ്പോൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സാണ്. അതിലിപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ചൊരു മണം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ശകലം കൂടെ ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പം നാളെ ഇതിൻ്റെ ഈ ഫ്രൂട്ട് സോക്കിങ്ങിൻ്റെ നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. അപ്പം ഇത് കറക്റ്റായിട്ട് ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ഫ്രൂട്ട്സാണ് ഞാൻ ചേർത്തതെന്നും ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർത്തതെന്നും എന്തിനാണ് സോക്ക് ചെയ്തതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നാളെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഈ പ്ലം കേക്കിൻ്റെ ശരിക്കുള്ള മസാലയും സോക്കിങ്ങും ചെയ്തതും. ബാക്കിയുള്ള മസാല നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.